നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആരുടെ വാക്കാണ് കേൾക്കുന്നത്? സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, പോപ്പുലർ സ്പീക്കേഴ്സ്, കൾച്ചർ, അല്ലെങ്കിൽ ഗോഡ്സ് വേർഡ്? ഓരോ ദിവസവും 100 കണക്കിന് ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലെത്തുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം: ഹൂ ഹാസ് ദ ഫൈനൽ അതോറിറ്റി ഓവർ യുവർ ലൈഫ്? ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ അവസാന വാക്ക് പറയേണ്ടത് മനുഷ്യനല്ല, സമൂഹമല്ല, ഇമോഷനല്ല, സ്ക്രിപ്ചറാണ്. ദൈവത്തിൻ്റെ വചനം ഒരു മോട്ടിവേഷൻ ബുക്ക് മാത്രമല്ല, അത് പരിശുദ്ധ വചനമാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ അതിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പോകും, കാലം മാറിയല്ലോ, ഇനി ഇത് വേറൊരു രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ. പക്ഷെ നാം ബൈബിളിൻ്റെ അതോറിറ്റിക്ക് മുകളിൽ നിൽക്കുന്നവരല്ല. വി ഡോണ്ട് ജഡ്ജ് ദ ബൈബിൾ ജഡ്ജസ് അസ്. നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും വിശ്വാസവും ജീവരീതിയും എല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടതായുണ്ട്. സ്ക്രിപ്ചർ നമ്മുടെ അപ്രൂവൽ തേടുന്നില്ല, അത് നമ്മുടെ ഒബീഡിയൻസ് ആണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് ചോദിക്കാം, ഇസ് ഗോഡ്സ് വേർഡ് ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ മൈ ലൈഫ് ഓർ ജസ്റ്റ് വൺ വോയിസ് അമിങ് മെനി? ഒരു വിശ്വാസിയുടെ ശക്തി സ്വന്തം അഭിപ്രായത്തിലല്ല, അത് ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങുന്നതിനാണ്. വെൻ സ്ക്രിപ്ചർ ഹാസ് അതോറിറ്റി ഓവർ അവർ ലൈഫ്സ്, ക്രൈസ്റ്റ് ഹാസ് ലോർഡ്ഷിപ്പ് ഓവർ അവർ ഹാർട്ട്സ്. അതുകൊണ്ട് മനുഷ്യരുടെ ശബ്ദങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാം. ബിക്കോസ് ദ അതോറിറ്റി ഓഫ് സ്ക്രിപ്ചർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൻ അൺഷേക്കബിൾ ഫെയ്ത്ത്.